Hi friends, എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവ തോരനാണ്. നമുക്ക് കണവ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. കണവ തോരൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വൃത്തിയായി കഴുകിയ കണവ, ഇടത്തരം വലുപ്പമുള്ള ഒരു 7 കണവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി അതിനകത്തുള്ള കറുപ്പെല്ലാം കളഞ്ഞു. ഒരു കത്തി പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വാഷ് ചെയ്തെടുത്ത കണവയാണ്. അതിന്റെ തലഭാഗം ചിലർ എടുക്കാറില്ല, പക്ഷെ എൻ്റെ മക്കൾക്ക് അത് വലിയ ഇഷ്ടമാണ്. കണവ തോരനിൽ അതിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ തലഭാഗം കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ചെറിയ ഉള്ളിയാണ്. ഒരു മുറിയോളം തേങ്ങ തിരുവി എടുത്തത്, ഒരു ചെറിയ തക്കാളി, പച്ചമുളക് 6-7 പച്ചമുളക് എടുക്കാം. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിന്റെ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, 2 വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് കണവത്തോരൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി മുളകിനെ നമുക്ക് 2ആയി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ഉള്ളി ഇടുന്നതിന് മുമ്പ് വേണമെങ്കിലും ഇടാം, ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം വേണമെങ്കിലും ഇടാം. ഉള്ളി നല്ലപോലെ മൂക്കണം. മൂക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. പച്ച ചുവയായിട്ടിരുന്ന ടേസ്റ്റ് ഉണ്ടാവത്തില്ല. നല്ലപോലെ മൂത്ത് അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി മൂക്കും. ഉള്ളി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ എല്ലാവരും ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. ചിലര് പുളിയാണ് ചേർക്കുന്നത്. ഞാൻ പുളിക്ക് പകരമാണ് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഉള്ളി നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കണവയിൽ വെള്ളമുണ്ട്,
വെള്ളം ഇനി വാർന്നു വരും. അപ്പോൾ അതിൻ്റെ തീയിൽ ആ വെള്ളത്തിൽ തന്നെ കണവ വേവും. ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു നോക്കാം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചതാണ്. ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം മസാലപ്പൊടി, നമ്മൾ പെരിഞ്ചീരകവും എല്ലാം കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി മതി. അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ഉള്ളിയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും കണവ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തിരുവി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിന്റെ മേളിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒന്ന് ആവി കയറാനായിട്ട് ഒരു 2 സെക്കൻഡ് അടച്ചു വെച്ചാൽ മതി. ഒന്ന് അതിന്റെ തേങ്ങയുടെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഈർപ്പൊന്ന് വറ്റാനായിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമായോ കണവത്തോരൻ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത പുതിയൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. കണവ മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം കണവ മീനിൻ്റെ തല സെപ്പറേറ്റ് ആക്കണം. അത് തല പിടിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിനുശേഷം അതിനകത്ത് കറുത്ത ഒരു സംഭവമുണ്ട്, അത് മഷി എന്നാണ് പറയുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിലും മഷി പോലെ ആവും. അതുകൊണ്ട് അത് പൊട്ടാതെ ഇങ്ങനെ എടുക്കണം. ഇനി ഇതിനകത്ത് ഈ തലയുടെ അകത്ത് ഒരു കല്ല് പോലെ ഒരു സംഭവമുണ്ട്. അത് ഈ തല ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പുറത്തോട്ട് വരും. ഇതിനിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം.
ഇത് കട്ട് ചെയ്ത് ഒന്നുകിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്ത് ഇനി ഇതിൻ്റെ കഷ്ണം, ഇതിൻ്റെ ആ തൊലി ആദ്യം കളയണം. നല്ല എളുപ്പമാണ്, കണവ മീനിൻ്റെ തൊലി കളയാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് ഇളവി വരും. കണവ മീൻ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. സാധാരണ മീനുകളെ അപേക്ഷിച്ച് കണവ മീൻ നല്ല എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ. എന്നിട്ട് രണ്ട് രീതിയിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ കുറുകെ വേണമെങ്കിലും കട്ട് ചെയ്യാം, നടുക്കോട് വേണമെങ്കിലും കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തുള്ള വേസ്റ്റ് കംപ്ലീറ്റ് കളയണം. ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതിനെ ഇളക്കി കളയണം.